അല്പം കൂടെ ഒന്ന് ദാഹിക്കാൻ പറ്റുമോ കർത്താവിനായിട്ട്? കർത്താവിന് നിങ്ങളോട് എന്തെങ്കിലും മിണ്ടി തുടങ്ങണമെങ്കിൽ നിങ്ങളുടെ ഒരു ദാഹം ഇതിൻ്റെ അകത്ത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഒന്ന് ദാഹിച്ചേ. പരിശുദ്ധാത്മാവ് എന്നെ ഇന്ന് നിറയ്ക്കണം, എനിക്കെന്ന് അവനിലാകണം. ഒന്ന് ദാഹിക്കാൻ പറ്റുമോ ഒരു മിനിറ്റ്? ഇന്ന് നിങ്ങളുടെ വിഷയങ്ങൾ ഒന്ന് മാറ്റിവെച്ചാട്ടെ. നിങ്ങൾ പരിശുദ്ധാത്മാവിലാകുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ സോൾവ് ആകുകയാണ് ഓട്ടോമാറ്റിക്കലി. അതുകൊണ്ട് നിങ്ങളുടെ വിഷയമല്ല ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കേണ്ടത്, നിങ്ങളുടെ അവസ്ഥകളല്ല നിങ്ങളുടെ മുൻപിൽ നിൽക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കേണ്ടത് ഹോളി സ്പിരിറ്റ് ആണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ മുൻപിൽ ഇന്ന് ഹോളി സ്പിരിറ്റ് ആണ്? 2 കൊരിന്ത്യർ 3 ലാസ്റ്റ് വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ കേട്ടാൽ മതി, ബൈബിൾ എടുക്കണ്ട. 2 കൊരിന്ത്യർ വേഗത്തിൽ 2 കൊരിന്ത്യർ 3 ലാസ്റ്റ് വാക്യം വായിച്ചു. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയെ രൂപാന്തരപ്പെടുന്നു. ഇംഗ്ലീഷ് വായിക്കുന്നു, but we all with unveiled face beholding as in a mirror the glory of the Lord are being transformed into the same image from glory to glory. എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഗ്ലോറിയെ ഒന്ന് നോക്കണം. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോന്നെ? നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ, നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ നോക്കുന്നത് പോലെ നമ്മൾ കർത്താവിനെ നോക്കാൻ പോകുക. ഹല്ലേലൂയ. കർത്താവിനെ നോക്കുമ്പോ നമ്മുടെ മുഖശോഭ മാറും. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞ കർത്താവിനെ ഞാൻ ഒന്ന് നോക്കിയാൽ മതി, എൻ്റെ മുഖശോഭ ഇന്ന് മാറും. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ വളരെ സിമ്പിളാണ്, പക്ഷെ നമുക്കത് അറിയത്തില്ല. എന്നാൽ ഇതിൽ കുറെ മർമ്മങ്ങളുണ്ടോ? ഉണ്ട്. ഇന്ന് നമ്മുടെ മുഖശോഭ മാറിയിട്ടേ നമ്മൾ ഇവിടുന്ന് പോകത്തുള്ളൂ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ മുഖശോഭ മാറാതെ നമ്മൾ ഇവിടുന്ന് പോകത്തില്ല. പക്ഷെ നമ്മൾ ആരെ നമുക്ക് നോക്കാൻ പറ്റണം? കർത്താവിനെ നമുക്ക് ബിഹോൾഡ് ചെയ്യാൻ പറ്റണം. എല്ലാവരും പറഞ്ഞ ബിഹോൾഡ് ആസ് ഇൻ എ മിറർ. നിങ്ങളുടെ മുൻപിൽ ഒരു കണ്ണാടി ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, ഇത് കണ്ണാടിയാണ്. നിങ്ങൾ അതേ തന്നെ എന്ത് ചെയ്യും? നോക്കും. ഇത് കർത്താവാണെങ്കിൽ ഈ സ്റ്റാൻഡ് കർത്താവാണെന്നിരിക്കട്ടെ, നിങ്ങൾ അതിനെ നോക്കണം. എല്ലാവരും പറഞ്ഞ് നോക്കണം. ഞാൻ ശ്രദ്ധിച്ചു നോക്കണം. എൻ്റെ ശ്രദ്ധ മുഴുവൻ എവിടെ എത്തണം? കർത്താവിൽ വരണം. ഇത് കർത്താവാണ്. ഞാൻ ഇങ്ങനെ തിരിഞ്ഞാൽ ആ ഗ്ലോറി എന്നിലേക്ക് അടിക്കത്തില്ല. ഹല്ലേലൂയ. ഇത് കണ്ണാടിയാണെന്നിരിക്കട്ടെ. കയ്യിൽ കണ്ണാടി ഉണ്ടോ? ഓക്കെ. ഈ മൊബൈലിന്റെ ഇതൊരു റിഫ്ലക്ഷൻ മിററാണ്. ഇത് റിഫ്ലക്ഷൻ മിററാണ്. ഈ മിറർ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഇവിടെ നിന്നാൽ ആ കണ്ണാടി പോലെ പ്രതിബിംബിക്കുവോ? ഇല്ല. മിറർ ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്നാൽ പ്രതിബിംബം കറക്റ്റ് ആവുമോ? മിറർ ഇവിടെ ഉണ്ട്. ഞാൻ 1 ഇഞ്ച് ഞാനൊരു 100 ഡിഗ്രി മാറി നിന്നാൽ നിങ്ങൾക്ക് മുഖം നോക്കാൻ പറ്റുമോ? ഇന്ന് രാവിലെ നിങ്ങൾ പൗഡറും മേക്കപ്പും ഒക്കെ ഇട്ടത് എവിടെ നിന്നാ? കണ്ണാടിയുടെ ഇവിടെ നിന്നിട്ടാണോ? പറ. അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ വരാൻ പോവുകയാണ്. ഇത്രയും നാളും യേശു ഉണ്ടായിട്ടും നമ്മൾ രക്ഷപ്പെട്ടില്ല. കാരണം സിമ്പിളാണ്. നമ്മൾ 50 ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ 20 ഡിഗ്രി ചരിഞ്ഞായിപ്പോയി. മിറർ ഇവിടെയാണ്, ഗ്ലോറി ഇവിടെയാണ്. ആ ഗ്ലോറിയെ പ്രതിബിംബിക്കണമെങ്കിൽ ഞാൻ അതിന്റെ മുൻപിൽ കയറി ഞാൻ അവനെ ശ്രദ്ധിച്ചു നോക്കണം.
എല്ലാവരും പറഞ്ഞ യേശുവിനെ നോക്കാൻ പോവാം നമ്മൾ. ഇന്ന് ഞാൻ യേശുവിനെ കാണും. ആൻഡ് ഇന്ന് ഗ്ലോറി ടു ഗ്ലോറി പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ. അതിന് ഗ്ലോറി ഇങ്ങനെയാണ് ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്ലോറി ഇതിന്റെ മുമ്പിൽ നിന്നാണ് റിഫ്ലക്ഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണാടി പോലെ പ്രതിബിംബിക്കണം. ഞാൻ അതിന്റെ മുമ്പിൽ എത്തണോ എങ്ങനെയും. ഇത്രയേ ഉള്ളൂ എന്റെ ജോലി. ഇതിനാണ് പറയുന്നത് ട്രാക്കിൽ കയറുക അല്ലെങ്കിൽ റലത്തിൽ വീഴുക. ഈ നട്ടൊക്കെ ഒന്ന് നോക്കിയേ. എല്ലാം ആ നട്ടും ബോൾട്ടും കറക്റ്റ് ഒരു പോയിന്റ് വീഴും അങ്ങളെ. ആ പോയിന്റിൽ അത് ഇരിക്കേണ്ട പോലെ ഇരിക്കും. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ അലൈൻമെന്റ് ഒരല്പം കണ്ണാടിയുടെ മുൻപിലേക്ക് വരുത്തണം. ചിലർ 360 ഡിഗ്രി മാറി നിൽക്കുന്നവർ നിങ്ങൾ കറങ്ങാൻ പോവുകയാണ്. ചിലർ 100 ഡിഗ്രി മാറി നിൽക്കുന്നവരുണ്ട്, നിങ്ങൾ കറങ്ങാൻ പോവുകയാണ്. ചിലർ 50 ഡിഗ്രി മാറി നിൽക്കുന്നവരുണ്ട്. നിങ്ങൾ കറങ്ങി മിററിന്റെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളിൽ പ്രസൻസ് അടിച്ചു കയറും. കണ്ണാടിയുടെ മുമ്പിൽ വരുവാ. ഇപ്പൊ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ വരികയാ. നിങ്ങളുടെ ശോഭ ഇന്ന് തിരിയും. വിശ്വസിക്കുന്നു? ഹല്ലേലൂയ പറഞ്ഞേ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് എന്റെ ശോഭ മാറും. പ്രിയപ്പെട്ടവരെ ഒന്ന് പ്രതികരിക്കണേ. നിങ്ങളുടെ ശോഭ മാറും. പറഞ്ഞ എന്റെ ശോഭ ഇന്ന് മാറും. ഹല്ലേലൂയ. നിങ്ങൾ ഒരു അഭിഷിക്തനെ കണ്ടിട്ട് ഇവിടുന്ന് പോകരുത്. നിങ്ങൾ ദൈവത്തെ തന്നെ കാണണം. എല്ലാവരും പറഞ്ഞ ദൈവത്തെ കാണണം. അത് മസ്റ്റാണ്. എനിക്കൊരു ഗ്ലോറി എൻകൗണ്ടർ ഉണ്ടായേ പറ്റൂ. ഇനി ഒരു പോയിന്റിലേക്ക് ദൈവം നിങ്ങളെ നടത്തും. നിങ്ങളും ഈ കണ്ണാടിയോ അലൈൻമെന്റിൽ തന്നെ നിൽക്കും നിരന്തരം. അതൊരു പ്രാക്ടീസാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആ ഗ്ലോറി കുടിച്ച് ജീവിക്കാൻ പോവുകയാണ്. ഇന്ന് തൊട്ട് എന്റെ ജീവിതത്തിന്റെ ആ എംപ്റ്റി സ്പേസിലേക്ക് തന്റെ റേഡിയേഷൻ ഇപ്പോൾ അടിച്ചു കയറാൻ പോവുകയാണ്. പക്ഷെ അതിന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അവർക്ക് ദൈവരാജ്യം ദൈവം കൊടുക്കും. പ്രശ്നം, പിശാച് നമുക്ക് ഈ ഭൂമിയിലെ എല്ലാം തന്നിട്ട് പറയും നീ സമ്പന്നനാന്ന് പറയും. നമ്മളത് കയറി അങ്ങ് വിശ്വസിക്കും. ആൻഡ് ഈ ദൈവത്തിന് പൈസ തരാൻ പറ്റും, പിശാചിനും പൈസ തരാൻ പറ്റും. ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റും, പിശാചിനും അനുഗ്രഹം പോലെ തോന്നുന്ന ഒരു അനുഗ്രഹം തരാൻ പറ്റും. പക്ഷെ അത് ആക്ച്വലി ശാപമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ആദാമിന് ഇല്ലാത്ത ആപ്പിളും കൂടെ കണ്ടുപിടിച്ചു കൊടുക്കുന്ന ആളാ പിശാച്. യേശുവിനോട് പറഞ്ഞു, നിനക്ക് ദൈവം തരാത്ത ഭൂമിയുടെ എല്ലാം കൂടെ ഞാൻ തരാം, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ മതി. പിശാചിനും അനുഗ്രഹിക്കാൻ പറ്റും. നിങ്ങൾ മന്ത്രവാദിയുടെ അടുത്ത് പോയാൽ കുറച്ചുകൂടെ സ്പീഡിൽ അനുഗ്രഹിക്കപ്പെടാൻ പറ്റും. കാരണം ഡീമൺസ് ഡു നോട്ട് വാണ്ട് റിലേഷൻഷിപ്പ്. ഡിമോണിക് ബ്ലെസ്സിങ് വരുന്നത് അതിൽ നമ്മൾ ചുമ്മാ പൂജ ചെയ്താൽ മതി, അത് റിലേഷന് വേണ്ട. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹത്തിലോട്ട് നമ്മൾ കയറാൻ പോവാ. ആ അനുഗ്രഹത്തിന്റെ പ്രത്യേകത അത് ഈ ഭൂമി കൊണ്ട് നശിക്കാത്ത അനുഗ്രഹമാണ്. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ഇത് നമ്മൾ കയറാൻ പോവാ. എവിടെ കയറാൻ പോവാ? യെസ്, ഗ്ലോറിയസ് ഡിവൈൻ ബ്ലെസ്സിങ്. ഹല്ലേലൂയ. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്തോ ആന്റി? എനിക്ക് ദൈവം എനിക്ക് എങ്ങനെയൊക്കെയോ ഉടുപ്പ് കിട്ടിയിട്ടുണ്ട്, നല്ല വീട് കിട്ടിയിട്ടുണ്ട്, എങ്ങനെയൊക്കെയോ നല്ല കാറുണ്ട്, നല്ല പഠനമുണ്ട്. ഇതെല്ലാം കാണിച്ചിട്ട് പിശാച് പറയുക യു ആർ റിച്ച്. പക്ഷെ റിച്ചിനെ നോക്കി യേശു പറഞ്ഞു യു ആർ ദ പുവറസ്റ്റ്. സമ്പന്നൻ എങ്ങനെ ദൈവരാജ്യത്തിൽ കടക്കുമെന്ന് യേശു ആശങ്കപ്പെട്ടു.
ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമുക്ക് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ ഞാൻ പൂവറാണെന്നുള്ള മനോഭാവത്തിൽ വരണം. കാരണം എൻ്റെ ആത്മമണ്ഡലം 0 ആണെങ്കിൽ ഞാൻ പൂവറാണ്. ഈ ഭൂമിയിലെ എല്ലാം നശിച്ചു പോകുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ സോയെ ലൈഫ് ഇന്ന് എനിക്ക് പ്രാപിച്ചേ പറ്റൂ. ഞാന് വളരെ ഹയസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഞാൻ റിച്ച് ആയിരുന്നെന്നാ. റിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും, അല്ലാതെ പണത്തിന്റെ മാത്രമല്ല കേട്ടോ. റിച്ച് എന്ന് പറയുമ്പോൾ അർത്ഥം എന്തുവാ? എല്ലാം കൊണ്ടും നമ്മൾ ഓക്കെ ആണ്. കർത്താവ് അത് പൊളിച്ചപ്പോഴാണ് എനിക്ക് വളരാൻ പറ്റിയത് ആത്മാവിൽ. അതുകൊണ്ടാണ് എൻ്റെ ചിലപ്പോൾ ഞാൻ ഈ അനുഗ്രഹത്തെക്കാൾ എനിക്ക് കഷ്ടത ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാൻ കഷ്ടതയാണോ? അല്ല. പക്ഷെ വീണ മനുഷ്യൻ തിരിച്ചു വരണമെങ്കിൽ അവന് മനസ്സിലാകണം, ഞാൻ ആത്മാവിൽ ദരിദ്രനാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ അവന് ദാരിദ്ര്യം പിടികിട്ടി. പരീശന്മാരെ കുറിച്ച് യേശു എന്തോ പറഞ്ഞേ? നിങ്ങൾ കണ്ണുപൊട്ടരായിരിക്കെ കണ്ണുപൊട്ടനാന്ന് അറിയത്തില്ല. യോഹന്നാൻ 9. നിങ്ങളത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാമായിരുന്നു. യേശു പാപിനിയെ സ്നേഹിച്ചു, പരീശനെ വെറുത്തു. കാരണം പരീശൻ പറയുന്ന ഞാൻ ഫുള്ളാ, ഞാൻ നിറഞ്ഞു, ഇനി യേശുവിന് കയറാൻ സ്ഥലമില്ല. ഞാൻ ഇടയ്ക്ക് ജോയനോട് പറയായിരുന്നു, ജോയന ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടാ പോകുന്നത്, എല്ലാം ഓക്കെയാണ്. ഞാൻ പറഞ്ഞടാ, നീ ബാംഗ്ലൂരിൽ ജോൺസൺ പാസ്റ്ററിനൊക്കെ ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സ്പിരിറ്റ് റലം ഇപ്പൊ ഇല്ലല്ലോ. ഞാൻ ഒരു കഷ്ടത അങ്ങ് റിലീസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ആള് പേടിച്ചു. അവിടെ നിപ്പുണ്ട് ആള്. ഞാൻ ചോദിച്ചു, എടാ ഞാനൊരു കഷ്ടത അങ്ങ് റിലീസ് ചെയ്യട്ടെ. നടുങ്ങിപ്പോയി. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞ നടക്കുമെന്നറിയാം. എന്നാ ഞാൻ പറഞ്ഞു, ഞാൻ കഷ്ടത റിലീസ് ചെയ്യുന്നില്ല. റിലീസ് ചെയ്യാതെ നിന്റെ ദാരിദ്ര്യം നീ മനസ്സിലാക്കും. ഞാൻ ദരിദ്രനാണെന്ന് എനിക്ക് മനസ്സിലായത് പണത്തിന്റെ അല്ല, എല്ലാം കൊണ്ടും. എനിക്ക് വിഷയം വന്നപ്പോഴാണ്. പക്ഷെ അത് വരാതെ ഇന്ന് നീ മനസ്സിലാക്കണം, എനിക്ക് ആ ജീവജല നദി വേണം. ശമര്യക്കാരിയോട് യേശു പറഞ്ഞു, നിന്റെ മുൻപിൽ നിൽക്കുന്നവൻ ആരെന്നും എന്ന് നീ ശരിക്കും പിടികിട്ടിയിരുന്നെങ്കിൽ നീ ചോദിക്കുമായിരുന്നു. ഹല്ലേലൂയ. നമുക്കൊന്ന് ചോദിച്ചാലോ? ഗ്ലോറി കയറി കഴിഞ്ഞാൽ പിന്നെ ചോദ്യം പോലും വേണ്ട. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ ചോദിക്കാൻ പോവുക. ഹല്ലേലൂയ. പറഞ്ഞ ഞാൻ ദരിദ്രനാ, എനിക്ക് ആ ജീവൻ എന്നിൽ നിറയണം. ആ മിനിറ്റ് ഞാൻ റിച്ച് ആകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവമുണ്ടെങ്കിൽ നിങ്ങളാണ് വാസ്തവത്തിൽ റിച്ച്. എല്ലായിടത്തും കടം വ്യാപരിച്ചാലും എല്ലായിടത്തും തകർച്ച വ്യാപരിച്ചാലും നിങ്ങൾ തകരത്തില്ല. ആ റലത്തിലോട്ട് ദൈവം നിങ്ങളെ കയറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. എലീശയുടെ സമയത്തൊക്കെ പുള്ളിയാണ് അവിടുത്തെ രാജാവ്. ചുറ്റും സാഹചര്യം എന്തെന്ന് വിഷയമല്ല. ഇസഹാക്കിന്റെ സമയത്ത് മുഴുവൻ ക്ഷാമം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചാലോ? ഉൽപ്പത്തി 26 1-ാം വാക്യം വായിച്ചേ. 1-ാം വാക്യം. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തെ ഒരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗെരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. യഹോവ അവന് പ്രത്യക്ഷനായി, യഹോവ ഇസഹാക്കിന് പ്രത്യക്ഷനായി അരുളി ചെയ്തതെന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക. നിർത്തിക്കോ. അബ്രഹാമിന്റെ സമയത്ത് ഒരു ക്ഷാമം ഉണ്ടായി. ആ സമയത്ത് അബ്രഹാം എന്ത് ചെയ്തെന്നറിയാവോ? ആ ക്ഷാമം മാറ്റാൻ ഈജിപ്തിലോട്ട് പോയി. ഹല്ലേലൂയ. ദൈവം ആക്കിയ സ്ഥലത്ത് നിൽക്കാതെ എങ്ങോട്ട് പോയി?
ഈജിപ്തിലോട്ട് പോയി. പക്ഷേ ഇസഹാക്കിനോട് ദൈവം പറയുക, നീ ക്ഷാമമാണെങ്കിലും നീ അവിടെ തന്നെ നിന്നോ, കാരണം ഞാൻ നിനക്ക് തരുന്ന സമ്പത്ത് സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയതല്ല. ഇന്ന് നിങ്ങളുടെ അകത്ത് ദൈവം നിക്ഷേപിക്കാൻ പോകുന്നത് ജീവനാണ്. ആ ജീവന്റെ പേര് സോയെ ലൈഫ് എന്നാണ്. ആ ജീവൻ ഒരു സാഹചര്യവും ഇല്ലാതെ വളരുന്ന ജീവനാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു സാഹചര്യവും ഇല്ലാതെ വളരുന്ന ജീവൻ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഒരു സാഹചര്യവും ഇല്ലാതെ ഞാൻ തഴയ്ക്കും, വളരും, ഫ്രൂട്ട്ഫുൾ ആകും. ഈ ലോകത്തിന്റെ സാഹചര്യങ്ങൾ വിഷയമാണോ? അല്ല. ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ ഫാമിനിലൂടെ പോകുമ്പോഴും, ഈ ലോകം മുഴുവൻ ക്ഷാമത്തിലൂടെ പോകുമ്പോഴും, 12-ാം വാക്യം, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. 100 മേനി വിളവ് കിട്ടി. ഏതാണ്ടിൽ? ഏതാണ്ടിലാണോ ക്ഷാമം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ ആണ്ടിൽ നമ്മൾ തഴയ്ക്കാൻ പോവുക. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജീവൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലേ അതിന് വളരാൻ പറ്റത്തുള്ളൂ. പക്ഷേങ്കിൽ ഇന്ന് ലൈഫ് കോൺഫറൻസിന്റെ അകത്ത് നിങ്ങളുടെ അകത്ത് സോയെ ലൈഫ് കയറി വരും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സോയെ ലൈഫ്. ഈ സോയെ ലൈഫിന്റെ പ്രത്യേകത, ഹല്ലേലൂയ, ഒരു സാഹചര്യവും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞ നിങ്ങൾ ഏറിയെന്നെടുത്ത് ജീവിക്കും. കഴിഞ്ഞ ഹല്ലേലൂയ മീറ്റിംഗ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഏറിയെന്ന് ജീവിക്കും. എന്ന് പറഞ്ഞ ഏറല്ല, ഇവിടെ ഒരു അദൃശ്യ രാജ്യമുണ്ട്. ഹല്ലേലൂയ. ആ രാജ്യത്തിലെ ജീവനാണ് സോയെ ലൈഫ്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞ സോയെ ലൈഫ്. അതെന്റെ അകത്ത് വന്നാൽ ചുറ്റും ക്ഷാമമാ, എനിക്ക് ക്ഷാമമില്ല. ആ ജീവൻ എനിക്ക് വേണോന്ന് പറ. ഹല്ലേലൂയ. ആ ജീവൻ എനിക്ക് വേണോന്ന് പറ. ഹല്ലേലൂയ. 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 ഇൻഡിസ്ട്രക്റ്റിബിൾ ലൈഫാണത്. ഹല്ലേലൂയ. എവിടെ പ്രശ്നം പറ്റിയെന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ വിശ്വാസികൾ നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണ്. ഈ വചനത്തിൽ അവർക്ക്, നമ്മൾ ഓൾറെഡി കണ്ടുവന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ പെന്റിക്കോസ്റ്റൽ ചർച്ചസിന് ഒരു വെളിപ്പാടുണ്ട്. ആ വെളിപ്പാടാണ് കഴിഞ്ഞ ഒരു 100 വർഷമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കാണുമ്പം പാസ്റ്ററും ആശുപത്രിയിലാണ് കിടക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ചർച്ചയിൽ നമ്മൾ കാണുന്നത് മിക്കവാറും സ്റ്റേജിൽ നിന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ ഇന്ന ആള് വെന്റിലേറ്ററിലുണ്ട്, നമുക്ക് പോകാം. ഇത് കേട്ട് നമ്മൾ വിചാരിച്ചു ഈ ജീവനും ഈ ജീവിതത്തിലോട്ട് വന്നാലും സാധാരണ ജീവിതവും സെയിം ആണെന്ന് വിചാരിച്ചു. നിങ്ങളെ ശരിയാണോ ഞാൻ പറയുന്നത്? ഈ ജീവിതവും നാച്ചുറൽ എല്ലാവരും ജീവിക്കുന്ന ജീവിതവും സെയിം ആണ്. പിന്നെ അതിൽ ഒരാശയം കൂടെ നമുക്കുണ്ട്. നാച്ചുറലായിട്ട് ജീവിക്കുന്നു നമ്മളെക്കാൾ പുഷ്ടി പ്രാപിക്കുന്നു. കാരണം അവൻ്റെ കൂടെ പിശാചി പെട്ടെന്ന് അവന് കയറി കൊടുക്കുകയും ചെയ്യും. ഇതുകൂടെ ആയപ്പോൾ നമ്മൾ കൺഫ്യൂഷനായി. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ദൈവം ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും എനിക്ക് തന്നതാണെന്നിരിക്കട്ടെ. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹം എൻ്റെ കണ്ണുകൾ തുറന്ന് ഞാൻ അത് കാണണം. അതിനെന്ത് ചെയ്യണം? ഞാൻ ഗ്ലോറിയുടെ മുമ്പിൽ കയറി നിൽക്കുമ്പോൾ എൻ്റെ കണ്ണിലോട്ട് അവന്റെ വെട്ടം അടിക്കണം. ഞാൻ എനിക്ക് വേണ്ടി ദൈവം വെച്ചതെല്ലാം കാണണം. കണ്ടാലേ എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ റൂമിൽ വെട്ടമില്ലെങ്കിൽ ഞാൻ സ്പീക്കർ കാണാൻ തപ്പിത്തടയും. ഈ റൂമിൽ വെട്ടമില്ലെങ്കിൽ കീബോർഡ് എവിടാന്ന് തപ്പിത്തടഞ്ഞ്, കീബോർഡ് ഉണ്ട്, പക്ഷെ ഞാൻ തപ്പിത്തടഞ്ഞ് നടക്കും. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. മൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവിടെ പോയി മൈക്ക് എടുക്കണമെങ്കിൽ
ആ മൈക്ക് കാണാൻ എൻ്റെ കണ്ണിൽ വെട്ടം കയറണം. ആ വെട്ടത്തിന്റെ പേരാണ് ഗ്ലോറി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഗ്ലോറി. ഇന്ന് ആ വെട്ടം എൻ്റെ കണ്ണിൽ വീശണം. കഴിഞ്ഞ തലമുറയിൽ ആ വെട്ടം ഒരു പരിധി വരെ വീശി. അതിന്റെ റിസൾട്ട് ആയിരുന്നു ഞങ്ങളൊക്കെ AG വരെ എത്തി. പക്ഷെ AGക്കാര് പറഞ്ഞു, ഏറ്റവും കൂടിയ വാട്ട്സ് എത്ര ബൾബിന്റെ? ഞങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടിയ വാട്ട്സ് ഉള്ള ഗ്ലോറി ചലിപ്പിക്കുന്നത്. തെറ്റാണ്, അത് തെറ്റാണ്. നിങ്ങൾക്ക് പറയാം, എനിക്ക് 50 വാട്ട്സ് ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. ഞാൻ ലൈറ്റ് ഇല്ല എന്ന് പറയത്തില്ല. അവരുടെ ലൈറ്റിന്റെ ബേസിലാ നമ്മൾ ഇവിടെ തുടങ്ങിയേക്കുന്നത്. എല്ലാവരും AGക്കായിട്ട് സ്തുതിച്ചേ, IPCയെ സ്തുതിച്ചേട്ടെ. അല്ലേ എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ എപ്പോഴും അവരെ കുറ്റം പറയാമെന്ന്. നോ, ഞാനൊരു കുറ്റം പറഞ്ഞാലും അതിലൊരു മർമ്മമുണ്ട്. ഞാൻ കുറ്റം പറഞ്ഞാലും ആത്മാവിലെ കുറ്റം പറയത്തുള്ളൂ. ജഡത്തിൽ ഒരിക്കലും നിങ്ങളിത് ഡിസ്കസ് ചെയ്യരുത്. ചിലത് മനസ്സിലാകാൻ ചില സാഹചര്യങ്ങളിൽ ഞാൻ ചിലത് പറയും. പക്ഷെ അതിന് എനിക്ക് ഡിവൈൻ കൺഫർമേഷൻ ഉണ്ടെങ്കിലേ പറയത്തുള്ളൂ. ഇപ്പൊ പരീശന്മാരെ നോക്കി യേശു വിളിച്ചില്ലേ, വെള്ളവേച്ച ശവക്കല്ലറകളെ. ആത്മാവി കുറ്റം പറയാം. ആന്റി, ആത്മാവി കുറ്റം പറഞ്ഞോണം. ഇനി കുറ്റം പറയാൻ തോന്നിയ അങ്കിളിനെ കുറിച്ച് വല്ലോ ജഡത്തി പറയല്ലേ. പക്ഷെ അതൊരു പ്രാക്ടീസാണ് കേട്ടോ. ആത്മാവി പറയാൻ പഠിക്കണം. പിന്നെ 2, ആത്മാവിന്നാണോ ആ വരുന്നെന്ന് ചെക്ക് ചെയ്യണം. പറഞ്ഞു വന്നത് എന്താണ്? AGക്കാർക്ക് പറയാം, IPCക്കാർക്ക് പറയാം, ഞങ്ങളുടെ കയ്യിൽ അവർ പറയുന്നത് ഞങ്ങളാണ് 1000 വാട്ട് ലൈറ്റാണ് ഞങ്ങള്. അത് തെറ്റാണ്. ഞങ്ങളുടെ 100 വാട്ട് ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. ഞങ്ങളാണ് ഫൈനൽ ലൈറ്റ്. സ്റ്റേഡിയത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ വരുമ്പോൾ ഉള്ള ലൈറ്റ് ഇല്ലേ, അതാണ് ഞങ്ങൾ. നോ, നീ ഈ ലൈറ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. ഈ ലൈറ്റ് വന്നാൽ ഈ ലൈറ്റ് വന്നാൽ ആ ചെയർ കാണാൻ പറ്റും. ഈ ലൈറ്റ് വന്നാൽ അവിടെ ഇരിക്കുന്ന ഈ കുപ്പി കാണാം, ഈ മൈക്ക് കാണാം. പക്ഷെ ഈ ലൈറ്റ് വെച്ച് ഇവിടെ ഇരിക്കുന്നത് എല്ലാം കാണണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കഴിഞ്ഞ തലമുറ കണ്ടത് ഒരംശമാണ്. പറഞ്ഞേ, ഒരംശമാണ്. ദൈവത്തിന്റെ പ്രത്യേകത, തന്നിൽ വെളിച്ചമുണ്ട്. എന്തുകൊണ്ട്? വെളിച്ചം. ഈ വെളിച്ചത്തിന്റെ മുമ്പിലോട്ട് നമ്മൾ കയറി നിന്നാൽ ഈ വെളിച്ചം നമ്മളിലേക്ക് അടിച്ചു കയറും. പക്ഷെ എത്ര നേരം നീ നിൽക്കുന്നു എന്നതൊരു ബാധകമാണ്. നിങ്ങൾ എന്തിനാണ് ജാക്സൺ ബ്രദറിന്റെ മീറ്റിംഗിൽ കയറുന്നത്? വേറൊരാളുടെ മീറ്റിംഗിൽ എന്താണ് കയറാത്ത? കാര്യം പറയാം. ഞാൻ 8 മണിക്കൂർ ഒരു ദിവസം നിൽക്കുന്നുണ്ട്, വേറൊരാൾ 2 മണിക്കൂറേ നിൽക്കുന്നുള്ളൂ. എനിക്ക് വിഷയങ്ങൾ ദൈവം ഇട്ടത് എന്തിനാണെന്ന് ഞാൻ പറയാം. ഞാൻ 5 മിനിറ്റ് ഇരുന്നോണ്ടിരുന്നാണ്, വെറും 5 മിനിറ്റ്. ഒരു ദിവസം 24 മണിക്കൂറിൽ 5 മിനിറ്റ് ആണ്. ഗ്ലോറി അറിഞ്ഞൂടാ. സങ്കീർത്തനം 21ന്റെ മുമ്പിൽ 5 മിനിറ്റ്. ഗ്ലോറി ഒന്നും. പക്ഷെ ഇന്നലെ ഞാൻ ഉറങ്ങിയോ? ഇതിന്റെ മുമ്പിലായിരുന്നു രാത്രി മുഴുവൻ. ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ മനഃപൂർവ്വം ഉറങ്ങാതിരിക്കത്തില്ല, മനഃപൂർവ്വം ഉപവസിക്കത്തില്ല. പക്ഷെ ചില സമയത്ത് വിശപ്പില്ല, ചില സമയത്ത് ഇപ്പൊ ഉറക്കമില്ല. പണ്ട് സാലിയാന്റി അത് പറയുമായിരുന്നു, ഉറങ്ങാതിരുന്നു. ഞാൻ അന്ന് എതിർത്തിട്ടുണ്ട്. അന്ന് അതെങ്ങനെ? ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇത് ഓരോ റെലംസ് ആണ്. ഓരോ റെലത്തിലോട്ട് കയറുമ്പം നിനക്ക് മനസ്സിലാകും ആ റെലത്തിൽ ചിലത് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ അകത്ത് ഇന്ന് എന്ത് വരാൻ പോവാണ്? വെട്ടം അടിച്ചു കയറാൻ പോവാണ്. ഈ വെട്ടത്തിന്റെ മുമ്പിൽ നിങ്ങൾ കുറച്ചു നേരം നിൽക്കണം. ഇന്ന് ഈ മീറ്റിംഗിന്, ഈ ഹോളി വന്ന എന്തിനാണ്? ഒരു 7 മണിക്കൂർ 6 മണിക്കൂർ ഈ വെട്ടം അടിച്ചു കയറാൻ പോവുകയാണ്. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ വെട്ടം അടിച്ചു കയറാൻ പോവുകയാണ് എൻ്റെ ജീവിതത്തിൽ. ഈ വെട്ടം അടിച്ചു കയറുമ്പോൾ ഞാൻ അറിയും ദൈവം എനിക്കായി എന്താണ് ഒരുക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം. കഴിഞ്ഞ പെന്റിക്കോസ്റ്റൽ ജനറേഷൻ അല്ലെങ്കിൽ ചർച്ചുകൾ ഒരു പരിധി വെട്ടമേ നമുക്ക് തന്നുള്ളൂ.
ഇനി കാണാൻ ഒത്തിരി വെട്ടം അടിച്ച് കാണാൻ ഒത്തിരി കാര്യങ്ങൾ ഇനിയുണ്ട്. അതുകൊണ്ട് അതിലോട്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ. ആൻഡി, ദൈവത്തെ നമുക്ക് നോക്കാൻ പറ്റിയാൽ, അങ്ങനല്ലേ 2 കൊരിന്ത്യർ 3:18-19 വായിച്ചത്? ബിഹോൾഡിങ് ആസ് ഇൻ എ മിറർ, ഒരു കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നു. ആത്മാവാകുന്ന കർത്താവിൽ നിന്ന്, പറഞ്ഞേ നിന്ന്, ആത്മാവാകുന്ന കർത്താവിൽ നിന്ന് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം. എല്ലാവരും പറഞ്ഞേ, എൻ്റെ അകത്ത് നിന്ന് വെട്ടം കയറാൻ പോവുക, വെളിച്ചം കയറാൻ പോവുക. ഇരുണ്ടിരിക്കുന്ന മേഖലകൾ ഇന്ന് പൊളിയട്ടെ. ഇതിൻ്റെ അകത്ത് ഓരോ വ്യക്തിയുടെ മേൽ ദൂതന്മാർ ശുശ്രൂഷിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇതിൻ്റെ അകത്ത് ഓരോ വ്യക്തിയുടെ മേൽ ഇരുളിച്ചകൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ മൂത്ത പുത്രന്റെ ഉദാഹരണം എപ്പോഴും പറയാറുണ്ട്. ഇളയ പുത്രൻ, മൂത്ത പുത്രൻ ആമേൻ, കണ്ണാടി ഇവിടാണ്, പക്ഷെ ആള് ഇവിടെ തൊട്ടടുത്തുണ്ട്, പക്ഷെ ഇവിടെയാ നിൽക്കുന്നത്. നിങ്ങൾ ആ അവസ്ഥയിലാകരുത്. ചർച്ചുണ്ട്, മെമ്പർഷിപ്പ് ഉണ്ട്, മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്, ഒരു പ്രസംഗിക്കണമെങ്കിൽ പ്രസംഗിക്കും, ഒരു സങ്കീർത്തനം ശുശ്രൂഷിക്കണമെങ്കിൽ ചെയ്യും, എന്തു വേണമെങ്കിലും പറ്റും, മെമ്പർഷിപ്പ് ഉണ്ട്, പാസ്റ്ററിന്റെ കൂടെ നടക്കുന്നുണ്ട്. പക്ഷെ കണ്ണാടി ഇവിടെ, നിങ്ങൾ സൈഡിൽ, വെട്ടം അങ്ങോട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. മൂത്ത പുത്രന്റെ അവസ്ഥ ഇതായിരുന്നു. ആള് സഭയിലാണ്, വീട്ടിലാണ്, പക്ഷെ അപ്പന്റെ മുമ്പിൽ വരാറില്ല. കാരണം ബന്ധമില്ലാത്തതുകൊണ്ട് കണ്ണിൽ വെട്ടം അടിച്ച് കയറിയില്ല. മുഴുവൻ കാളക്കുട്ടി ഇവന് വേണ്ടി നിരത്തിയിട്ടിട്ടും പുള്ളിക്ക് പോയി ഒരു കാളക്കുട്ടിയെ എടുക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? ബന്ധമില്ല. ആൾ അപ്പന്റെ മുമ്പിൽ കാണത്തില്ല, മിക്കവാറും കൂട്ടുകാരുടെ കൂടെ. പക്ഷെ എങ്കിൽ കൽപ്പനകൾ മുഴുവൻ അറിയാം, പക്ഷെ അപ്പനുമായി ബന്ധമില്ല. ഇതല്ലേ ഇന്നത്തെ ചർച്ച്? ഇപ്പൊ ഒരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുക, അതിനൊക്കെ എതിരെ അങ്ങ് കുറ്റം പറയുക ആള്. അവര് പറയും വചനത്തിൽ ലിക്വിഡ് ഫയർ എന്ന് എഴുതിയിട്ടില്ല. എടാ, ഫയർ അനുഭവിച്ചിട്ടാ ഇത് പറയുന്നത്. നീ ഇപ്പോഴും വാക്കി പിടിച്ചോണ്ടിരിക്കുക. ഇത് അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ഇത് ആത്മാവിന്റെ അനുഭവത്തിന്റെ ശുശ്രൂഷയാ. നീ പറയോ അങ്ങനെ ഇരുന്ന് എഴുതിയിട്ടില്ല. ബൈബിൾ തന്നെ പറയുന്നു യേശുവിന്റെ എല്ലാ അത്ഭുതങ്ങളും എഴുതണമെങ്കിൽ ബൈബിൾ തികയത്തില്ലെന്ന്. ആര് പറഞ്ഞു ഈ ബൈബിളിൽ എല്ലാം എഴുതിയിട്ടുണ്ടെന്ന്? ഇപ്പോൾ എന്നെ ഹാർവസ്റ്റ് ടിവിയിൽ ഇതിനുശേഷം കാണാൻ പോകുന്നവരോട് ഞാൻ പറയുന്നു, ഈ ബൈബിളിൽ എല്ലാം എഴുതിയെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ബൈബിൾ തന്നെ പറയുന്നു ബൈബിളിൽ എല്ലാം എഴുതിയിട്ടില്ല. നീയും ഞാനും ബന്ധത്തിൽ വന്നാൽ ഞാൻ നിന്നെ സകലതും പഠിപ്പിക്കാം. ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്ന് പറഞ്ഞാൽ അക്ഷരത്തിലല്ല നിന്റെ അറിവിരിക്കേണ്ടത്, ബന്ധത്തിലും ആത്മാവിലുമാണ്. ആത്മാവിലെ അറിവ് വരുമ്പോൾ നിന്റെ അകത്ത് വെട്ടം വീഴും. പിന്നെ നീ ഫയറില്ല, നീ അതില്ല, ഇതില്ല, ഇങ്ങനെ ചാടുന്ന എന്തിനാ, മറിയുന്ന എന്തിനാ എന്ന് നീ ചോദിക്കത്തില്ല. കാരണം ഇതൊരു അനുഭവമായി മാറും.